മായ പല്ലിശ്ശേരി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ BJPയുടെ തൊഴുത്തിൽ കെട്ടാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ച സമയത്ത് താങ്കളും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്ത് താങ്കളും ഉണ്ടായിരുന്നുവല്ലോ. എന്താണ് അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു ആക്ഷേപം വരാൻ കാരണം? അങ്ങനെ ശ്വേത ചെയ്തോ? ഞാനത് പറഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് തീർച്ചയായും. പക്ഷേ നേരത്തെയും സംഘടനയ്ക്കകത്ത് എല്ലാവർക്കും വ്യക്തിപരമായ പാർട്ടികളും കാണും, വ്യക്തിപരമായ മതങ്ങളും കാണും. ഇന്നസെൻ്റ് ആംഗിൾ ഒരു ക്രിസ്ത്യൻ ആയിരുന്നു, CPM ആയിരുന്നു. മമ്മൂക്കയും ഒരു മുസ്ലിമാണ്, CPM ആണ്. ലാലേട്ടൻ ഹിന്ദുവാണ്. ഇടവേള ബാബുച്ചേട്ടൻ കോൺഗ്രസ് ആണ്, ഹിന്ദുവാണ്. ചാക്കോച്ചനൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ലാത്ത രാഷ്ട്രീയവും മതവും ഇപ്പം എന്തിനാണ്? കലാകാരന്മാർക്ക് രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കലാകാരന്മാരുടെ സംഘടനയ്ക്കകത്ത് ഇത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതിൻ്റെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എന്തിനാണ് ബാക്കി ഒരു 2 രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനെതിരെ സപ്പോർട്ടായിട്ടോ മൈനസായിട്ടോ പ്ലസ് ആയിട്ടോ സംസാരിക്കുന്നില്ല. ഒരു പാർട്ടിയുടെ ആൾക്കാർ മാത്രം എന്തിനാണ് ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിക്കുന്നത്? അതിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം അവരാരും ഇതിൻ്റെ അകത്ത് അംഗങ്ങളല്ല. പിന്നെ എന്തിനാണ് അവർ വന്ന് ഇങ്ങനെ കോരമായി സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം പെട്ടെന്ന് ശ്വേത ചേച്ചി പറയുന്നു, ഞാൻ കോൺഗ്രസ് കുടുംബമാണ്, എനിക്ക് കോൺഗ്രസ്, എന്നാൽ കോൺഗ്രസിൻ്റെ അല്ല, BJP അല്ല, CPM അല്ല എന്ന് അന്ന് ജനറൽ ബോഡി മീറ്റിങ്ങിൽ മൈക്ക് കൂടെ പറഞ്ഞതാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി എന്നെ BJP ആക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ BJPയിൽ അംഗത്വം എടുക്കാൻ പോവുകയാണ്. ഇതെന്താണ് മനസ്സിലാവുന്നില്ല. ഒരു നിലപാട് വേണ്ടേ ഒരു വ്യക്തിക്ക്? ഇവർ 2022 മുതൽ ശ്വേത ചേച്ചി ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ കയറി സ്റ്റേജിൽ പറയുന്നുണ്ട്, ലാലേട്ട അടുത്ത വർഷം ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആവും, ലാലേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും. അന്ന് ലാലേട്ടൻ പറഞ്ഞു, പിന്നെ എന്താ, ഓൾവേസ് വെൽക്കം ശ്വേത എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ വർഷമായിട്ട് ഈ കസേരയിൽ നോട്ടമിടെയാണ്. എന്തെങ്കിലും ലാഭം ഇപ്പം തന്നെ അവർ രാജിവെച്ച് പോയി എന്ന് പറഞ്ഞു. ആരാണ് പിന്നെയും ഇവരെ ഇവിടെ കയറ്റെടുക്കാൻ ലാഭം ഉണ്ടായിട്ട് ഇവർ തിരിച്ചു വന്നത്? എന്തിനാണ്? ഈ ഒരു ചോദ്യം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ പലർക്കും അത് പറയാനുള്ളൊരു ധൈര്യമില്ല. അല്ലെങ്കിൽ അവർ എന്തിനാണ് നമ്മൾ വലിച്ചഴക്കുന്നത്? ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാണും. ഇവരെ ആരെങ്കിലും ഏൽപ്പിച്ച്, തീർച്ചയായും ഇവരെ ആരെങ്കിലും എടുത്ത് വാഗ്ദാനങ്ങളിൽ ചെന്ന് പെട്ട് കാണും. അവരിപ്പോൾ പറഞ്ഞു കാണും, നമുക്കും അത് അറിയില്ല. അതിൻ്റെ സത്യമാണ് പുറത്തു വരേണ്ടത്. കാരണം ഇവരെന്തിനാണ് എല്ലാം പോയി നാഷണൽ ചാനൽ വരെ ഞാൻ അംഗത്വം വരെ രാജിവെച്ചു എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ എന്തിനാണ് വന്ന്? നമ്മൾ തെറ്റായാലും ശരിയായാലും നമ്മളൊരു നിലപാടിൽ നിൽക്കുക. അതാണ് ഒരു വ്യക്തിത്വമുള്ളൊരു വ്യക്തിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ഇവരെന്താണ് കാണിക്കുന്നത്? ഒരു നിലപാടില്ലാതെ ഒരു കാറ്റത്ത് ചാഞ്ചാടുന്ന ഇല പോലെയായി. അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കാറ്റടിച്ച് ഇങ്ങോട്ട് പോകും. ഒരു നിലപാടില്ലാത്തൊരു പ്രസിഡൻ്റാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പലരും സങ്കടപ്പെട്ട് ഈ വ്യക്തിയെടുത്ത് ചെന്ന് പല ഇമോഷണൽ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കാം. ആ ഇമോഷണൽ ചിലപ്പം പല കാര്യങ്ങൾ പറയുമായിരിക്കും. ഇതൊക്കെ ഇവർ റെക്കോർഡ് ചെയ്തിട്ട് നാളെ നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെ നമ്മൾ ഇവരെ വിശ്വസിക്കും? ഞാൻ തന്നെ അമ്മയിലെ ഒരു മെയിൽ അയച്ചിരുന്നു ഞങ്ങളുടെ കുടുംബസംഗമം കഴിഞ്ഞിട്ട്. അതെങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിന് കിട്ടിയത്? ഇത് ഞാൻ പ്രസിഡന്റ് ശ്വേത ചേച്ചിയെടുത്ത് ചോദിച്ചതാ. എനിക്കറിയാം ഇത് ആരാണ് മായ മോളെ, എന്നെ മോളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആരാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു ചേച്ചി അത് പറയൂ. അത് ഞാൻ പറയില്ല. അതെന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളുടെ ഫസ്റ്റ് സംഘടനയുടെ മീറ്റിംഗ് ഇവരുടെ കമ്മിറ്റി വന്നപ്പോൾ മാർച്ച് 16-നും 21-നും ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഇവരൊക്കെ വീടുകളിൽ എത്തുന്ന മുമ്പ് ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല. അംഗങ്ങളായ ഞങ്ങൾ അറിയാതെ ഒരു യൂട്യൂബ് ചാനലിന് എങ്ങനെ കിട്ടി? അതെങ്ങനെയാണ് കിട്ടിയത്? അതൊക്കെ ഞങ്ങൾക്ക് ഡൗട്ടാണ്. ഇത് ഞങ്ങൾ പ്രസിഡന്റിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സെക്രട്ടറിയോട് ചോദിച്ചു. ഈ സെക്രട്ടറിയും പ്രസിഡന്റ് ആദ്യം ഭയങ്കര ചക്കയും അടയായിരുന്നു. ഇവരെവിടം തൊട്ടാണ് തെറ്റി തുടങ്ങിയത്? ഇപ്പതാ അവർ ചക്കയെ അടയായിരിക്കുന്നു. ഈ സെക്രട്ടറി ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടുന്നു, പ്രസിഡന്റ് അത് എടുക്കുന്നു. എന്തായിരുന്നു? ഞങ്ങൾ പോലും അറിയുന്നത് നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾ കാണുമ്പോഴാണ്. ഞങ്ങൾക്ക് തന്നെ പരസ്പരം ഇത് വല്ലാത്തൊരു അതിശയമായിരുന്നു. ഇപ്പം അൻസിബയൊക്കെ കാരണം നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇത്ര വേദനിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി എത്രത്തോളം വേദനിച്ച് കാണും. അതെന്തുകൊണ്ടാണ് ആരും മനസ്സിലാവാത്തത്? ഒറ്റയ്ക്ക് നിന്ന്, അതിന് ഫാമിലി ഉണ്ട്,
ഒന്ന് ആലോചിച്ച് നോക്ക്. അത് സ്ത്രീയോ പുരുഷനോ എന്തോ ആവട്ടെ, ഇമോഷണൽ എല്ലാവർക്കും ഒരുപോലെയാണ്. കേട്ട നമുക്കൊക്കെ ഇത്ര വേദനയാണെങ്കിൽ അനുഭവിച്ച ആ കുട്ടിയുടെ വേദന നിങ്ങൾ മനസ്സിലാക്കൂ. എന്തൊക്കെയാണ് അപവാദങ്ങൾ കേൾക്കുന്നത്. ലക്ഷ്മിപ്രിയ വന്ന് എന്തൊക്കെയാണ് അത്. ഒരു യൂട്യൂബ് ചാനലെങ്കിലും തോന്നണ്ടേ? നമുക്ക് കാശുണ്ടാക്കാൻ നമ്മൾ ആരെയും വലിച്ചഴക്കണോ? ആ കാശൊക്കെ പിന്നെ അർഹതപ്പെടും. അമ്മ എന്ന സംഘടനയിൽ 130 മുതിർന്ന താരങ്ങൾ ഏറെയുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മൗനം പാലിക്കുകയല്ലേ? മൗനമൊന്നും പാലിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്നും ഇതിന്റെ അകത്തുള്ളത് പല കാര്യങ്ങൾ അറിയാതെ ചുമ്മാ മൂന്നാമതോ നാലാമതോ ആൾക്കാരുടെ വായിൽ നിന്ന് കേൾക്കുന്നത്, കാഴ്ചപ്പാടിൽ നിന്ന് ഇങ്ങനെ പറയരുത്. കാരണം ലാലേട്ടൻ വന്നിരുന്നു. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കും. അല്ലെ, ഇപ്പൊ ഞാനൊന്ന് പറയട്ടെ. ശരി, നിങ്ങൾക്കാണ് പറയണമെങ്കിൽ നിങ്ങൾ പറയൂ. അല്ല, എന്നെ പറയാൻ അനുവദിക്കണമെങ്കിൽ അനുവദിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ മൈക്ക് ഊരി വെക്കും. കാരണം ഞാൻ പറയട്ടെ, ലാലേട്ടൻ അന്ന് എന്താ പറഞ്ഞത്? ലാലേട്ടൻ അന്ന് പറഞ്ഞു, ഈ കമ്മിറ്റിയിലെ എല്ലാവരും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതിനെ നമ്മൾ എല്ലാവരും കൂടി ഇനിയും നല്ല രീതിയിൽ തന്നെ പോകണം. കാരണം ഞാൻ പല ഭാഷയിലും പോകുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് എല്ലാവർക്കും അഭിമാനത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെ എല്ലാവരും കൂടി ഇല്ലാതാക്കരുതേ. അദ്ദേഹം തൊഴുക്കൈയോടാണ് അന്ന് പറഞ്ഞത്, അത്രയും വിഷമത്തോടെ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഇപ്പം അദ്ദേഹം മൗനം പാലിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കില്ല. അതൊക്കെ മേലെ പോയി. ഇതിൻ്റെ ശ്വേത എന്ന് പറയുന്ന ആളുടെ പിന്നിൽ ആരാണ് നിൽക്കുന്നത്? ആരാണ്? അത് നിങ്ങളാണ് കൊണ്ടുവേണ്ടത്. ഞങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പം ഇവർ പറയുന്ന അവരുണ്ട്, എനിക്ക് ഇവരുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ കുറേ പോസ്റ്റുകൾ ഇടുന്നു. ഈ പോസ്റ്റ് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അവരിഷ്ടമുള്ള പോസ്റ്റുകൾ ഇടുകയാണ്. അവർ പലരെയും സംസാരിക്കണം. എങ്ങനെ അവരോട് നമുക്ക് വിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും? അവരിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ പുറം ലോകത്തിലേക്ക് കൊടുത്തുവിടുകയല്ലേ? അവർ തന്നെയാണ് ഈ സംഘടന ഇത്രയും നാറ്റിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് തീർക്കേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ പുറത്തുള്ള അംഗങ്ങൾ, പുറത്ത് ആരും ഉള്ള ഇതിൻ്റെ അകത്ത് അംഗങ്ങളല്ല. ശരിയാണ്. പക്ഷെ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിട്ടു. ശ്രീ വിനു കിരിയത്ത് സമൂഹത്തിന്റെ മുന്നിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.